ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറിന ഇന്ന് രാത്രി 8 മണിക്ക് വിഴിഞ്ഞം പുറംകടലിൽ എത്തും. ഐറിന വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് MSC ഐറിനയുടെ ക്യാപ്റ്റൻ മലയാളിയായ വില്ലി ആന്റണി ജനം ടിവിയോട് പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട് ലോകത്തിലെ ഒന്നാമത്തെ പോർട്ടായി മാറാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. സ്വന്തം നാട്ടിലേക്ക് കപ്പലുമായി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. പക്ഷേ ക്രൂ ചേഞ്ചിങ് സംവിധാനം ഇല്ലാത്തതിനാൽ സ്വന്തം നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നും ക്യാപ്റ്റൻ വില്ലി ആന്റണി ജനം ടിവിയോട് പ്രതികരിച്ചു. ഞാൻ വില്ലി ആന്റണി, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ ഒന്നായ MSC ഐറീനയുടെ ക്യാപ്റ്റൻ. MSC ഐറീന വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന ഈ അവസരത്തിൽ ഈ ഷിപ്പിനെ കമാൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം അഭിമാനം കൊള്ളുന്നു. MSC ഐറീനയും വിഴിഞ്ഞം പോർട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓണർഷിപ്പിൽ MSC സൈപ്രസ് മാനേജ്മെന്റിന്റെ കീഴിൽ മാർച്ച് 2023 ഈ ഷിപ്പ് കമ്മീഷൻ ചെയ്തപ്പോൾ ഞാൻ ആയിരുന്നു ക്യാപ്റ്റൻ എന്നതും എന്റെ സ്വന്തം നാട്ടിലെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ ഷിപ്പിനെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചുവെന്നതും എന്റെ സന്തോഷം ഇരട്ടിയാക്കുന്നു. വിരളുമായി ടിൻഡു ദാസ് ചിരികാന്. ടിൻഡു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ്. എത്ര മണിക്കായിരിക്കും MSC ഐറീന വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുക? മറ്റു വിവരങ്ങളാണ്. KP, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയാണ് MSCയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഇന്ന് രാത്രി 8 മണിയോടുകൂടി വിഴിഞ്ഞം പുറംകടലിൽ എത്തുന്നത്. അത് കഴിഞ്ഞ 5-ാം തീയതിയോടുകൂടി കപ്പൽ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്യും, അല്ലെങ്കിൽ നങ്കൂരമിടും. ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ 5 കപ്പലുകൾ ഒന്നായ MSC ഐറിനയെ നിയന്ത്രിക്കുന്നതും കമാൻഡ് ചെയ്യുന്നതും മലയാളിയാണ്. തൃശൂർ സ്വദേശിയായിട്ടുള്ള വില്യമാണ് ഇപ്പോൾ നമ്മളോട് ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത്. വില്ലി ആന്റണി ഈ കപ്പൽ, അതായത് MSC ഐറീന കമ്മീഷൻ ചെയ്ത സമയത്ത് മുതൽ അദ്ദേഹം അതിലെ കമാൻഡിംഗ് ഓഫീസറായിട്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഐറീന വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് സ്വന്തം രാജ്യത്തേക്ക് കപ്പലോടിച്ചു വരിക. ക്രൂ ചേഞ്ചിങ് സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ തീരത്ത് ഇറങ്ങാൻ സാധിക്കില്ല എന്നൊരു വിഷമം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സമയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ, അല്ലെങ്കിൽ ചരക്ക് കമ്പനിയുടെ കപ്പൽ തീരത്ത് നങ്കൂരമിടുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ഒരു മലയാളി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഭിമാനകരമായിട്ട് പങ്കുവയ്ക്കുന്ന നിമിഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ടാണ് MSC ഐറീന പോലുള്ള ഒരു കൂറ്റൻ കപ്പൽ എത്തുന്നത്. അത് ഭാരതത്തിന്റെ തീരത്ത് തന്നെ നങ്കൂരമിടുന്നു. അത് ഭാരതത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അന്താരാഷ്ട്ര മാരിടൈം മേഖലയിലെ ഒരു ചരിത്ര നിമിഷം കുറിച്ചിരിക്കുന്നു വിഴിഞ്ഞം. അതിനുശേഷം വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ഓരോന്നും ഓരോ നേട്ടമാണ്. അത്തരത്തിലൊരു വലിയ നേട്ടമാണ് ഇന്ന് രാത്രിയോടുകൂടി പുറംകടലിലെത്തുക. 5-ാം തീയതിയോടുകൂടി MSC ഐറീന തുറമുഖത്ത് ബർത്ത് ചെയ്യും. ക്രൂ ചേഞ്ചിങ് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയാൻ സാധിക്കില്ല. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കപ്പൽ ഇവിടെ തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ ഏറ്റവും ആദ്യ മുൻനിരയിൽ നിൽക്കുന്ന വലിയ കപ്പൽ, കൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞം തീരത്ത് എത്തുന്നത്. 8 മണിയോടുകൂടി ഇത് വിഴിഞ്ഞം പുറംകടലിലെത്തും. ആ കപ്പൽ നിയന്ത്രിക്കുന്നതാകട്ടെ ഒരു മലയാളിയാണ്. അദ്ദേഹമാണ് കപ്പലിനകത്തിരുന്നു കൊണ്ട് ജനം TV പ്രേക്ഷകരോട് സംസാരിച്ചത്. KP.